അങ്ങനെ അനുവാണ് ഇവിടെ ശരിയെന്ന് തെളിയിച്ചിരിക്കുകയാണ് അനു. നോക്കിക്കോണം, എന്തുമാത്രം ലൈവിനകത്ത് കരഞ്ഞ് പറഞ്ഞിട്ട് പോലും അല്ലേ, ഇവരാരും മൈൻഡ് പോലും ചെയ്തില്ല, ഇവരാരും വക പോലും വെച്ചില്ല. ലാസ്റ്റ് അനു തന്നെ തെളിവ് കാണിച്ചു, തെളിയിച്ചു പുള്ളിക്കാരി. ഇവിടെ ആദിലയും എവിക്റ്റായി പോയിട്ട് പോലും ഈ ആദിലയുടെ ഈ ഒരു സ്വഭാവം, അനുവിൻ്റെ അടുത്ത് കാണിച്ച ഈ ഒരു ദ്രോഹം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ആദില, നൂറ, അക്ബർ, ഇവരെയൊക്കെ ഫേസ് വീണ്ടും വീണ്ടും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ചീപ്പ് ഗെയിം, ഇവരൊക്കെ കളിക്കുന്ന ചീപ്പ് ഗെയിം എക്സ്പോസ് ആയിട്ട് വീണ്ടും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ പറയാം അല്ലേ. ഇവിടെ അക്ബറും ആദിലയും ഇവിടെ ഈ കാണിച്ച നാടകം ഉണ്ടല്ലോ, ഈ നൂറ ഉൾപ്പെടെ കാണിച്ച നാടകം, അക്ബർ എന്താണ് പറഞ്ഞത്? കരഞ്ഞ് മെഴുകി നമ്മൾ കണ്ട അക്ബറിനെയാണ് ലൈവിനകത്ത് കണ്ടത്. കരഞ്ഞ് മെഴുകി എന്തൊരു അഭിനയമായിരുന്നു അക്ബർ. എൻ്റെ ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടുന്ന് PR-നെ ഏർപ്പാടാക്കാൻ ആദിലെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം കളിച്ച അക്ബർ ലാസ്റ്റ് റൂട്ട് മാറ്റി കളിച്ചു അല്ലേ. ഇതെല്ലാം അനു തെളിവ് സഹിതം കൊണ്ടുവന്ന് അനുവാണ് ശരിയെന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഈ അക്ബർ റൂട്ട് മാറ്റി ചവിട്ടി. എന്തോ ഒരു ചീപ്പ് ഗെയിമാണ് ഇവരൊക്കെ കളിക്കുന്നത്, എന്തോ ഒരു ചീപ്പ് ഗെയിം. ഇവിടെ അനു നല്ല വ്യക്തമായിട്ട് തെളിവ് കാണിക്കുന്നുണ്ട്. അനു അന്ന് കൊടുത്ത നമ്പർ അത് അനുവിൻ്റെ തന്നെ നമ്പരാണെന്നാണ് അത് തെളിവിനകത്ത് കാണിക്കുന്നത്. ഇവിടെ ആദിലയും അക്ബറും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്? PR-ൻ്റെ നമ്പർ, അത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അക്ബറിനെ അടിച്ചിടാനെ കൊണ്ട് PR-ന് പൈസ കൊടുത്ത്, അല്ലെങ്കിൽ PR-നെ ഏർപ്പാടാക്കണം, നൂറയ്ക്ക് വോട്ട് കൊടുക്കാനെ കൊണ്ട് PR-നെ ഏർപ്പാടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ ആദിലിവിടെ തട്ടിവിട്ടിട്ടുള്ളത് അല്ലേ. അതേപോലെ അക്ബറിൻ്റെ കാര്യം റൂട്ട് മാറ്റി കളിച്ചു. ഇതെല്ലാം ലാസ്റ്റ് തിരിഞ്ഞു വന്നെന്നറിഞ്ഞപ്പോഴത്തേക്ക്, സത്യം വെളിയിൽ വന്നെന്നറിഞ്ഞപ്പോഴത്തേക്ക് അക്ബർ എന്താണ് പറഞ്ഞത്? ഞാനത് മറന്നുപോയി. ആദിൽ എൻ്റെ അടുത്ത് പോകാൻ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമാശയ്ക്ക് പറഞ്ഞാണ്, ചേച്ചിയുടെ നമ്പരാണ് തന്നെയെന്നും ഇന്നതുപോലെയൊക്കെയാണെന്ന് അക്ബർ അവിടെ റൂട്ട് മാറ്റി കളിച്ചു. അപ്പോഴും അക്ബറിൻ്റെ കള്ളക്കളി വീണ്ടും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനു അവിടെ വീണ്ടും തെളിവ് സഹിതം അനു നിരത്തി, അത് ചേച്ചിയുടെ നമ്പറല്ല, എൻ്റെ നമ്പരാണെന്ന് പറയുന്നത്. നോക്കിക്കോണം, എന്തൊരു ചീപ്പ് ഗെയിമാണ് ഇവർ കളിക്കുന്നത് അല്ലേ, ഒരു പെൺകൊച്ചിൻ്റെ ലൈഫ് വെച്ചിട്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അനു ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസമായിട്ട് പോലും പുള്ളിക്കാരി ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളെപ്പോലത്തുള്ള ആൾക്കാർ ഈ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കള്ളമോ ഒരു ചതിയോ ഇതുപോലുള്ള ഒരു ചീപ്പ് ഗെയിം പോലും അനു കളിക്കാത്തതുകൊണ്ട് മാത്രമാണ് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ ആൾക്കാർ PR എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, PR എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ലൈവിനകത്ത് കണ്ടല്ലോ എന്തുകൊണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന്. അതിൻ്റെ പേരിൽ PR എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇത്രയും ചീപ്പ് ഗെയിം കളിച്ചിട്ട് ഒരു പെൺകൊച്ചിൻ്റെ ലൈഫ് തകർക്കുന്ന രീതിയിലാണ് ഇവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവിനകത്ത് പൊട്ടിക്കരയുമായിരുന്നു അനു ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അനു കള്ളം പറയത്തില്ലെന്ന് അനുവിനെ അറിയാവുന്ന ആൾക്കാർക്കറിയാം. പുള്ളിക്കാർ കള്ളം പറയത്തില്ല, എവിടെയും കള്ളം പറയത്തില്ല. ഈ ആരിൻ്റെയും ജിസലിൻ്റെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഉറച്ചു നിന്ന അനുവിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയും ഒരു ഈ വിഷയം വന്നിട്ട് പോലും അത് കള്ളമല്ലാത്തതുകൊണ്ട് അതിൽ ഉറച്ചു നിന്ന നിലപാടിൽ ഉറച്ചു നിന്ന അനുവിനെയാണ് നമ്മൾ കണ്ടത്. ആ ഷോയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഞാൻ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞ അനുവിനെയാണ് കണ്ടത് അല്ലേ. ഇവിടെ അക്ബറിൻ്റെയും ആദിലയുടെയും നൂറയുടെയും ഫേസ് വീണ്ടും എക്സ്പോസ് ആയിക്കൊണ്ടേയിരിക്കുവാണ്. ഈ ഒരു ലാസ്റ്റ് ടൈമിൽ തന്നെ ഇവരൊരു ഇത്രയും ചീപ്പ് ഗെയിം കളിച്ചത് അവർക്ക് തന്നെ അടിയാണ്. ഇനിയിപ്പോൾ നോക്കിക്കണം, ഇത് ഈ ഒരു അടി കിട്ടാൻ പോകുന്നത് നൂറയ്ക്ക് തന്നെയാണ്. ആദില ഈ കാണിച്ച ചീപ്പ് ഗെയിം, ആദില ഈ കാണിച്ച ചീപ്പ് ബോംബ് പൊട്ടുന്നത് നൂറയുടെ തലയിൽ വീണ് തന്നെയാണ്. കാരണം ടോപ്പ് 6 ഇപ്പം ടോപ്പ് 6 ആണല്ലോ, ടോപ്പ് 5 എത്താതെ നൂറ മിക്കവാറും പോവും. കാരണം ഈ ഒരു വിഷയം വെച്ചിട്ട് നൂറയുടെ വോട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിനിട വരുത്തിയത് ആദില തന്നെയാണ്, ഇവർ തന്നെയാണ്, നൂറയും തന്നെയാണ്. നൂറയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒളിച്ചുകൊണ്ട് കളയുന്നു അല്ലേ. എന്തോ ഒരു ബുദ്ധി നോക്കണം, ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ട് പോലും ഇത്രയും തല വർക്ക് ചെയ്യുന്ന ബുദ്ധിയുള്ള ആളെ, ഇവരെയൊക്കെ ബിഗ് ബോസിലേക്ക് എടുത്ത സമ്മതിക്കണം ബിഗ് ബോസ് കേട്ടോ. ഇത്രയും ഗെയിമർമാരെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരെ ബുദ്ധി, 72 ക്യാമറ ഉള്ള സ്ഥലത്ത് അത് എടുത്തുകൊണ്ട് കളയുന്ന ആരും കാണത്തില്ലെന്നുള്ളൊരു മനോഭാവം കാണിച്ച നൂറ
ടോപ്പ് 6 ടോപ്പ് 10 പോലും ഉള്ള അർഹത ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇവിടെ ടിഷ്യൂ പേപ്പറിനകത്ത് അനു എഴുതി കൊടുത്തത് അനുവിൻ്റെ നമ്പർ തന്നെയാണ്. കാരണം അത് നാട്ടിൽ എത്തിയിട്ട് അഥവാ ഈ ആ സമയത്ത് എവിക്റ്റായി പുറത്ത് പോവുകയാണെങ്കിൽ നാട്ടിലെത്തിയിട്ട് ചിലപ്പം കോൺടാക്ട് ചെയ്യാനോ ഈ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ എടുക്കാനോ, കാരണം അവർ അത്ര ഫ്രണ്ട്സ് അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഈ അനു ഇവരുമായിട്ടുള്ളൊരു ബന്ധം അവിടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിലനിർത്തിയത് അല്ലേ. ഈ ആദിലയും അതുപോലെ നൂറയുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോയത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്പർ എഴുതി കൊടുത്തത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അത് വളച്ചൊടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. വളച്ചൊടിച്ചിട്ട് ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു, എന്നിട്ട് ഈ ആദില എന്താണ് കാണിക്കുന്നത്, വെളിയിറങ്ങിയിട്ട് സ്റ്റോറി ഇടുന്നു, അനുവും ശൈത്യം ഇവരെല്ലാം കൂടെ നിൽക്കുന്നത് ഫോട്ടോ ഇട്ടിട്ട് സ്റ്റോറി ഇടുന്നു. ഇത്രയും ഒരു വിഷബോംബ് പൊട്ടിച്ചിട്ടാണ് ഈ ആദില പോയിട്ട് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് അല്ലേ. എന്നിട്ട് നൂറ, ഇതെല്ലാം അറിയാവുന്ന നൂറ പോലും ഈ ഒരു ചീപ്പ് ഗെയിം കളിച്ചെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്കതല്ല, ഇവിടെ ഈ അനു ഇത്രയും പൊട്ടിക്കരഞ്ഞിട്ട് അത്രയും ഒരു ഇമോഷണലി ഡൗൺ ആയിട്ട് നിന്ന് അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മറ്റേത് അനീഷ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇടപെടുന്ന അനീഷിനെയാണ് കാണുന്നത്. ഈ ഒരു 2-4 ദിവസം ഇപ്പം റീ എൻട്രി ഇവർ ചെയ്തതിൽ പിന്നെ അനുവിൻ്റെ ഒരു കാര്യത്തിനകത്തും അനീഷ് ഒരു തലയിടാനോ എത്തി നോക്കാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ ആ കാര്യത്തിലൊന്ന് ഇടപെടാമെന്ന് പോലും അനീഷിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് അവിടെ മാറിയിരുന്ന് ഒനീലുമായിട്ടൊക്കെ സംസാരിച്ച് ചിരിച്ച് അനു അവിടെ പൊട്ടി തകർന്നിരിക്കുവാണ്. ഏറ്റവും കൂടുതൽ അവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അനുവിനെ പോയി എന്തിനു പറയാം, ആദിലയും അതുപോലെ അനുവും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇവരെ ഒന്നിപ്പിക്കാനെ കൊണ്ട് അനീഷ് എന്തൊക്കെ നാടകങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടല്ലേ അല്ലേ. ആ അനീഷ് ഇത്രയും പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ ഈ പറഞ്ഞിട്ടുള്ള അനീഷിന് സ്നേഹമാണ്, അനുവിനോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അനീഷ് ആ ഒരു വ്യക്തി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് തകർന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുവാടെ ഇതൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം ഫേക്കുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ലൈവിനകത്ത് കണ്ട കേട്ടോ, ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കുറ്റം പറയാൻ കുറേ ആൾക്കാർ വരും. ഞാൻ ലൈവിനകത്ത് കണ്ട കാര്യമാണ് പറയുന്നത്. എല്ലാ കാര്യത്തിനും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അനുവിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നില്ല? ഞാൻ ലൈവിൽ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.